എടുക്കാത്ത വായ്പയ്ക്ക് വന്ന തിരിച്ചടവ് നോട്ടീസിന്റെ പേരിൽ വർഷങ്ങളായി കേരള ബാങ്ക് കയറിയിറങ്ങുകയാണ് തിരുവനന്തപുരത്തെ യുവാവ്. കാട്ടാക്കട നാൽപ്പറക്കുഴി സ്വദേശി റജിയാണ് കേരള ബാങ്ക് കാട്ടാക്കട ശാഖയിൽ നിന്ന് അയക്കുന്ന നോട്ടീസിന്റെ പേരിൽ നിയമയുദ്ധം നടത്തുന്നത്. 2008 റജിയുടെ പേരിൽ ബാങ്ക് ജീവനക്കാരിൽ ആരോ എടുത്ത ഒരു വ്യാജ വായ്പയാണ് ഇദ്ദേഹത്തിന് കുരുക്കായത്. നാൽപ്പറക്കുഴിയിൽ ഇലക്ട്രോണിക്സ് കട നടത്തുകയാണ് റജി. 2006 ബിസിനസ് ആവശ്യത്തിനായി അന്നത്തെ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 50,000 രൂപ വായ്പ എടുത്തിരുന്നു. ഡെയിലി കളക്ഷൻ എഗ്രിമെന്റിലായിരുന്നു വായ്പ. 2007 റജിക്ക് മലേഷ്യയിൽ ജോലി കിട്ടി. പോകുന്ന സമയം 6,000 രൂപ മാത്രമാണ് തിരിച്ചടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. മലേഷ്യയിലെത്തി 2 മാസം കഴിഞ്ഞ് അമ്മയ്ക്ക് പണം അയച്ചു നൽകി ലോൺ ക്ലോസ് ചെയ്തു. എന്നാൽ ബാങ്കിംഗ് ഇടപാടുകളെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത അമ്മ ലോൺ ക്ലോസ് ചെയ്ത റെസീപ്റ്റ് വാങ്ങിയില്ല. ഇത് മുതലെടുത്താണ് അന്നുണ്ടായിരുന്ന ജീവനക്കാർ തട്ടിപ്പ് നടത്തിയത്. ആദ്യം വ്യാജ ഒപ്പിട്ട് 50,000 രൂപ വായ്പ എടുത്തത് 2007 ഓഗസ്റ്റിൽ. ഈ സമയം റജി മലേഷ്യയിലായിരുന്നു. ആ സമയത്ത് തന്നെ ഈ 2007 സമയങ്ങളിൽ തന്നെ അവിടെ വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റാഫ് ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ പലരിൽ നിന്ന് ലോൺ എടുത്ത് പുള്ളി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ആത്മഹത്യ ചെയ്തു. പിന്നെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു. ഇങ്ങനെ പല വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഏരിയയാണ് ഞാനും. ഒരു 2010 ശേഷമൊക്കെയാണ് ഈ നോട്ടീസ് വരുന്നത്. അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ എൻ്റെ പേരിൽ ഈ ലോണുള്ള കാര്യം ഞാൻ അറിയുന്നത്. തട്ടിപ്പിലൂടെ എടുത്ത വായ്പ ആദ്യം തിരിച്ചടച്ചു. 2 മാസങ്ങൾക്ക് ശേഷം വിദേശത്തെ ജോലി മതിയാക്കി റജി നാട്ടിലെത്തി. 2008 ജനുവരിയിൽ റജിയുടെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് വീണ്ടും 50,000 രൂപ വായ്പ എടുത്തു. ഇത് തിരിച്ചടച്ചില്ല. 2010 നോട്ടീസ് ലഭിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്ന കാര്യം അറിയുന്നത്. വലിയ മാനസിക വിഷമം തന്നെയാണ്. കാര്യം നമുക്ക് വീട്ടിൽ ഒന്നാമത് ടെൻഷനാണ്. മൊത്തത്തിൽ വർക്ക് ചെയ്യാനും പറ്റില്ല, ആഹാരം കഴിക്കണമെന്ന് തോന്നില്ല. മൊത്തത്തിലൊരു മൂഡൗട്ടാണ്. മാനസികമായിട്ട് വളരെ ഇത് കുറേ കാലം കൊണ്ട് ഈ മാനസിക പീഡനത്തിലാണ്. അവർ നിരന്തരം ഇങ്ങനെ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും വലിയ പ്രയാസമാണ്. മാനസികമായിട്ട് വലിയ ടെൻഷനും കാര്യങ്ങളുമാണ്. അല്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിയമ നടപടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാര്യം എനിക്ക് ഇത് അടയ്ക്കാനുള്ള നിവൃത്തിയില്ല. അന്നത്തെ ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് കേരള ബാങ്കാണ്. ഇപ്പോൾ പലിശയും പിഴപ്പലിശയും ചേർത്ത് 1,89,000 രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് വന്നത്. ബാങ്കിൽ അന്നുണ്ടായിരുന്ന ഭരണസമിതിയോ ജീവനക്കാരോ ആരും ഇപ്പോൾ നിലവിൽ ഇവിടെയില്ല. പണം തിരിച്ചടയ്ക്കണമെന്ന നിലപാടിലാണ് കേരള ബാങ്ക്. തിരുവനന്തപുരത്ത് നിന്നും സിറിലിനൊപ്പം അജീഷ് ജയകുമാർ, 24. റജിയുടെ ഈ അനുഭവം വല്ലാത്തൊരു ദുരനുഭവമാണ്. എന്തായാലും സഹകരണ വകുപ്പ് മന്ത്രി ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യം കൊണ്ടുവരികയാണ്. കാരണം ഒരു ചെറുപ്പക്കാരനോട് ഇത്രയധികം അനീതി ഒരു ബാങ്ക് കാണിക്കാമോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. മന്ത്രി വി എൻ വാസവൻ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടണം. ഇതേപോലൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ വാങ്ങിക്കാത്തൊരു ഭൂമിയുടെ പേരിൽ നിരന്തരമായി നോട്ടീസ് അയക്കുന്ന ഒരു പരിപാടി റവന്യൂ വകുപ്പിനുണ്ടായിരുന്നു. അവസാനം റവന്യൂ വകുപ്പിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ വരെ ഞാൻ ആലോചിച്ചതാണ്. കാരണം നമ്മൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് വിവരം തിരക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാർ പിന്നെയും ഇതിൻ്റെ പിന്നാലെ കൂടും. റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിലും അദ്ദേഹം മൗനത്തിലാണ് കുറേ കാലമായി.